വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമ്മളെപ്പോഴും നമ്മൾ ഒന്നാമതാവണം, അതല്ലെങ്കിൽ നമ്മളുടെ ടീം ഒന്നാമതാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ഒരു മത്സരബുദ്ധി നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉള്ളതാണ്. അതൊരു രാഷ്ട്രത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കാൻ പ്രതിപാദിക്കുന്ന വിഷയം. ഇറാൻ യുദ്ധം, അമേരിക്ക ഇറാൻ യുദ്ധം. ഇതിന് ദൂരവ്യാപകമായിട്ടുള്ള അതിൻ്റെ ഒരു ഫലം പറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനിങ് ഇതിൻ്റെ പിറകിലുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധം ആയിട്ടാണ് നമുക്ക് തോന്നുക. എന്നാൽ ഞാൻ ഇതിലേക്ക് ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 50-കൾ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 50-കൾ, 60-കൾ, 70-കൾ, 80-കളൊക്കെ ശീതസമരം, കോൾഡ് വാറിൻ്റെ ടൈമിയായിരുന്നു. USSRും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു കോൾഡ് വാർ. അവർക്ക് കണ്ടമാന അണുവായുധങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അമേരിക്കയെക്കാളും, അതായത് ഡിഫൻസിൽ നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ റഷ്യയിലോ സോവിയറ്റ് യൂണിയനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം, പട്ടിണിയും അവരുടെ ഒരു ജീവിത നിലവാരമൊക്കെ വളരെ കുറവാണ്. എന്നാൽ ഡിഫൻസും സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ റഷ്യ അല്ലെങ്കിൽ മുമ്പത്തെ USSR വളരെയധികം മുന്നോട്ട് നിന്നിരുന്നൊരു രാജ്യമാണ്. ആ ഒരു രാജ്യത്തിന് അവർ മുഴുവൻ ഫോക്കസ്ഡ് അവരുടെ ഡിഫൻസിലായതുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ കുറച്ച് മിസൈലുകൾ വിട്ടാൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി അന്നുണ്ടായിരുന്നു. ഇന്നും ആ ന്യൂക്ലിയർ ബോംബുകളും മിസൈലുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത്രമേൽ ശക്തമായിട്ട് ആ ടെക്നോളജിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അവരുടെ സാമ്പത്തിക നില അതിനോടൊപ്പം ഭദ്രമാക്കി കൊണ്ടുപോകാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ എന്നാൽ അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഭീഷണിയെ അമേരിക്ക നേരിട്ടത് 80-കളുടെ അവസാനം റൊണാൾഡ് റീഗൻ അതിനെ നയപരമായിട്ട് ഗോർബച്ചേവിനെ വരുതിയിൽ വരുത്തി അതിനെ പൊളിച്ച് തകർത്ത് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അന്ന് അമേരിക്ക അവരുടെ മുൻപന്തി, അതല്ലെങ്കിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഭീഷണികളില്ലാതെ. കാരണം ഒരു യുദ്ധത്തിന് റഷ്യയുമായിട്ടൊരു യുദ്ധത്തിന് സോവിയറ്റ് യൂണിയനുമായിട്ടൊരു യുദ്ധത്തിന് പോകുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. പോയി കഴിഞ്ഞാൽ നിസ്സാര കളിയല്ല. ഇന്ന് അതിൻ്റെ ആ സ്ഥാനത്ത് അന്ന് 89-90 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായിപ്പോൾ എങ്കിലും ചെറിയൊരു ഭീഷണി മാത്രം ഇപ്പോൾ യുക്രൈന് തൊട്ടോടുകൂടി റഷ്യ ഇല്ലാതാകുന്ന നിലയിലേക്കാണ് പോകുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചൈനയും അതിന് പിറകിലായിട്ട് ഇന്ത്യയുമാണ്. ചൈന വന്നിരിക്കുന്നത് അന്ന് USSRന് സാമ്പത്തികമായിട്ട് വലിയ മേന്മയോ കഴിവോ ഒന്നും ഉണ്ടായിരുന്നില്ല റഷ്യക്ക്. എന്നാൽ ചൈന സാമ്പത്തികമായിട്ടും സൈനികമായിട്ട് വലിയ തലത്തിലല്ലെങ്കിലും തായ്വാനെ പിടിച്ചെടുക്കുക എന്നുള്ള നയങ്ങളൊക്കെ അവർക്കുണ്ട്. സാമ്പത്തികമായിട്ട് അമേരിക്കയുടെ അടുത്ത് വരുന്നു. അത് അവർക്ക് പണം, അവർക്ക് സമ്പത്ത് ഇത് ചെലവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ടെക്നോളജി എന്ന് പറയുന്നതൊക്കെ അമേരിക്കയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്റ്റും പേറ്റന്റ് നിയമങ്ങളൊക്കെ തട്ടിമറിച്ച് അവിടെ നിന്ന് മോഷ്ടിച്ച്, ഓൺലൈനിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത് ഉണ്ടാക്കി അതിൻ്റെ രൂപങ്ങൾ അമേരിക്ക നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടുള്ള സംസ്കാരങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്കാരമാണ്. കാരണം നമ്മൾ മുമ്പ് കണ്ടുപോയ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം ബ്രിട്ടീഷിൻ്റെ സാമ്രാജ്യം പോലെയല്ല. പ്ലെയിൻ മുതൽ, കാർ മുതൽ, കമ്പ്യൂട്ടർ മുതൽ എന്നിവ കാണുന്ന ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനം തന്നെ അമേരിക്കയിൽ നിന്നാണ് കഴിഞ്ഞ 100-150 വർഷങ്ങൾക്കുള്ളിൽ. അപ്പോൾ അതിനെ അട്ടിമറിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കി കെട്ടിപ്പടുത്തതാണ് ചൈന. എന്നാൽ ഇന്ന് നടക്കുന്ന അമേരിക്കൻ ഇറാൻ യുദ്ധം ട്രംപ് പറയുന്നതിലും ഉപരിയായിട്ട്, ട്രംപ് എന്നും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് രാവിലെ തന്നെ മിലിറ്ററി ബ്രീഫിങ്, ഇൻ്റലിജൻസ് ബ്രീഫിങ്, അതിൻ്റെതായ എല്ലാ പൊളിറ്റിക്കൽ ബ്രീഫിങ്ങുകളും ലഭിക്കുന്നുണ്ട്. എങ്ങനെ ചെയ്യണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുക ട്രംപ് ഒരു വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്ന പോലെയായിരിക്കും. എന്നാൽ ഈ ഇറാൻ യുദ്ധത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അടച്ചു വെച്ചാൽ, അതല്ലെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി, അതല്ലെങ്കിൽ ഒരു ബ്ലോക്കേഡ് വന്നാൽ അമേരിക്ക എന്ന് ചെയ്യുന്നു, ഇറാൻ ശ്രമിക്കുന്നു, അമേരിക്ക ചെയ്യുന്നു, അമേരിക്കയുടെ പട്ടാളത്തിനെ വിതച്ച് അത് അമേരിക്കയുടെ വരുതിയിൽ വരുത്തിയാൽ, ഇന്ന് ചൈന ഏകദേശം 20 ട്രില്യൺ എക്കോണമിയാണ് ചൈനയുടെ GDP എന്ന് പറയുന്നത്.
അതേ അടുത്തേക്ക് തന്നെ, അതായത് അമേരിക്കയുടെ 35-36 ട്രില്യൺ എക്കോണമിയാണ്, അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒന്നാമനാവാനായിട്ടുള്ള ആ മത്സരത്തിൽ ചൈന അമേരിക്കയെ കടത്തിവെട്ടാനായിട്ട് ഈ നിലയ്ക്കാണ് പോക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ സംഭവിക്കുമെന്ന് വേണം കണക്കിലാക്കാനായിട്ട്. അതിനെ വെട്ടാനായിട്ട് ഇറാനായിട്ടുള്ള യുദ്ധമാണെന്ന് പ്രതീക്ഷിതത്തിൽ പറഞ്ഞാൽ കൂടി, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇറാനെ ഇല്ലാണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ കൂടി ചൈന ഒരു ലക്ഷ്യമാണ് അതിൽ. ഹോർമുസ് കടലിടുക്ക് ഇതേ സ്ഥിതിയിൽ പോയാൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ ചീട്ടുകൊട്ടാരം പോലെ വീഴും. അതിന് പിറകിലായി നിൽക്കുന്ന ഇന്ത്യയായിട്ട് നമുക്കറിയാം, നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് വ്യക്തിബന്ധങ്ങളാണ്, ട്രംപും മോഡിയായിട്ടുള്ള ബന്ധമൊക്കെ. പക്ഷേ അതിന് പിറകിലായിട്ട് ഇന്ത്യ അതിലും ചൈനയെക്കാളും പൊട്ടൻഷ്യലായിട്ട് വളർന്നു വരാനായിട്ടുള്ള സാധ്യതയാണ് ഇന്ന് അമേരിക്ക കാണുന്നത്. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള സാങ്ഷൻ അതും ഇതുമൊക്കെ ആയിട്ട് ഇന്ത്യയുടെ മേലെയും ഇത് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇപ്പോൾ ഒരു 4-5 ട്രില്യൺ എക്കോണമിയാണ് ഇന്ത്യയുടെ. എന്നാൽ ചൈന കഴിഞ്ഞാൽ ചൈനയെക്കാളും പൊട്ടൻഷ്യൽ ഇന്ത്യൻ എക്കോണമി, കാരണം ഇന്ത്യൻ കഴിവുകൾ, മാനവ വിഭവശേഷി, മനുഷ്യർ, കാരണം ഇന്ന് അമേരിക്കയിലൊക്കെ ഇന്ത്യക്കാരാണ് IT മേഖലയും ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തുക, ഹോർമുസ് അടച്ചു വെച്ചാൽ, ഒരു കൊല്ലത്തേക്ക് അടച്ചു വെച്ചാൽ അമേരിക്കയ്ക്കുള്ള വേണ്ട എണ്ണ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യമുള്ള വെനിസ്വലയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ട്രംപിൻ്റെ തുടക്കത്തിൽ ഒരു നാറ്റോ സഖ്യമായിട്ടും യൂറോപ്പൊക്കെ ആയിട്ടും ഏകദേശം അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുന്നതല്ലാതെ ആഴത്തിലുള്ള ആ ബന്ധത്തിനൊന്നും പറ്റിയിട്ടില്ല യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യമാണ് ചൈനയുടെ വളർച്ചയെ തടഞ്ഞു നിർത്തി സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കിയതുപോലെ ഇല്ലാതാക്കുകയാണ് സായിപ്പിൻ്റെ. ആരും രണ്ടാമനാവൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നാമനാവനായിട്ടാണ് ആ ആഗ്രഹം. ആ ആഗ്രഹത്തിന് വേണ്ടിയുള്ള കളിയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ചൈന ഇതുപോലെ പോയാൽ, ഒരു 6 മാസം ഇതുപോലെ പോയി എന്ന് വിചാരിക്കും, ചൈനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, യൂറോപ്പിന് കുറച്ച് വില കൊടുക്കേണ്ടി വരും. റഷ്യ ഇല്ലാതാകും. റഷ്യ ഇതിൽ മുതലെടുത്ത് എണ്ണ വിൽക്കാൻ നോക്കിയെങ്കിലും അവിടെ ഉപരോധം ഏർപ്പെടുത്തി. ഇന്ന് യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ അടിച്ചു നിരത്താണ് റഷ്യനെ. 10-20 കപ്പലുകൾ മുക്കുന്നു, അവരുടെ എണ്ണ റിഫൈനറികൾ ഇല്ലാതാക്കുന്നു. അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് ലോകത്ത് ഇത്ര സുഖകരമായിട്ട് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. ഇതിൻ്റെ വേറൊരു ചരിത്രം കൂടി ഞാൻ പറയുന്നത്, ചൈന ഇതിനിടയിൽ ഒരു കളി നടത്തി. 2020 കോവിഡ് നമ്മളോടൊക്കെ പറഞ്ഞത്, എവിടെ വുഹാൻ എന്ന് പറഞ്ഞ ഒരു നഗരത്തിൽ ഒരു സ്ത്രീ എന്തോ ഒരു കിളിയെ ഭക്ഷിച്ചതിന് ശേഷമാണ് കോവിഡ് പടർന്നത്. ലോകം മുഴുവനും ബന്ധനത്തിലായ ഒരു 2-3 വർഷം. എന്നാൽ അത് ചിന്തിക്കുന്നവനറിയാം, അത് ചൈനയുടെ ഒരു കെമിക്കൽ അറ്റാക്ക്, ബയോളജിക്കൽ അറ്റാക്കായിരുന്നു. ലോകത്തിൻ്റെ മേലെ വരാൻ, ആ വെട്ടിൽ അമേരിക്കയെ വെട്ടി കയറാമെന്നായിരുന്നു. ആ അറ്റാക്കോട് കൂടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥനെ ഇല്ലാതാക്കാം, യൂറോപ്പിനെ ഇല്ലാതാക്കാം, അങ്ങനെ ചൈനയ്ക്ക് മേലെ എത്താമെന്നായിരുന്നു. പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ സമ്മതിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞ കാരണം, നമുക്ക് ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കിഴിനെ തിന്നു ലോകം നിന്ന് പോയി എന്നുള്ളത്. പക്ഷേ ചിന്തിക്കുന്നവനറിയാം ഇത് ഒരു യുദ്ധമായിരുന്നു. ചൈന രഹസ്യമായിട്ട് വളരെ ഇതായിട്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു കോവിഡ് എന്ന് പറഞ്ഞത്. എന്നാൽ അവരതിൽ ഫലം കണ്ടില്ല. കാരണം അതിനുള്ള പ്രതിബന്ധങ്ങൾ നമുക്കറിയാം. ഒന്നാമത് നിൽക്കുന്നവൻ അവനറിയാം ബയോളജിക്കലായിട്ടുള്ള ഒരു അടി വരും, ഏതടി വന്നാലും പിടിച്ചു നിൽക്കാനായിട്ട് അമേരിക്ക കരുതിയതിരുന്നു. പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. ഇത് അതിൻ്റെ ഒരു തിരിച്ചടിയാണ്. ഹോർമൂസ് പിന്നെ മലാക്ക സ്ട്രൈറ്റ് ഒക്കെ ഉണ്ട് അവിടെ. മലേഷ്യയുടെ കയ്യിലാണ് മലാക്ക സ്ട്രൈറ്റ് ഇരിക്കുന്നത്. ഇന്ത്യക്ക് അത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ അവിടെ വലിയൊരു പിടിപാടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു കാര്യം, ഇന്ത്യ അമേരിക്കയുമായിട്ട് ചേർന്ന് ആ ചേരിച്ചേരാ നയത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ കോവിഡ് അറ്റാക്കിൻ്റെ സമയത്ത് ചൈന വിചാരിച്ചത്, കാരണം അന്ന് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ചീട്ടുകൊട്ടാരം പോലെ വീണാൽ ചൈനയ്ക്ക് കയറി 1ാം സ്ഥാനത്ത് എത്താമെന്നായിരുന്നു വിചാരം. പക്ഷെ അത് നടന്നില്ല. എന്നിരുന്നാൽ കൂടി ചൈനയെ വീഴ്ത്താൻ അമേരിക്കയ്ക്ക് ഒന്നാമനായി നിൽക്കാൻ സായിപ്പിന് സാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഉപോൽപ്പന്നം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ലോകത്തിന് ലഭിക്കാൻ പോകുന്നത് പട്ടിണി, ദാരിദ്ര്യം, ഒട്ടനവധി ജനങ്ങൾ മരിക്കാൻ പോവുകയാണ്. കാരണം ഈ യുദ്ധം തീരില്ല എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ഇതിലും കൂടുതൽ കഷ്ടത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം, ദുരിതം എന്നിവയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്.